ഹലോ ഗൈസ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് നമ്മുടെ പോക്കിമോണൈറ്റിൻ്റെ ഒരു ഗെയിം പ്ലേ വീഡിയോ ആണ്. ഇതിനൊരു സോറാർ ഗെയിം പ്ലേ ഇട്ടേക്കാന്ന് വിചാരിച്ചു. ഇത് ഇച്ചിരി ക്രൈസി ഗെയിം പ്ലേ ആണ്. ലാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. ഒരു 3 vs 5 ആയിരുന്നു ഇട്ടത്. പക്ഷേ പറഞ്ഞു തരുവാണെങ്കിൽ ഏകദേശം ഒരു 2 vs 5 തന്നെയായിരുന്നു ലാസ്റ്റ് ആയപ്പോൾ. എൻ്റെ കൂടെ വന്നിരുന്ന ഡപ്പി ഓഫ് ലൈൻ പോയൊരു റാൻഡം ടീമായിട്ട് എനിക്കൊന്ന് ഓഫ് ലൈൻ പോയായിരുന്നു ഈ മാച്ച്. അപ്പോൾ ഈ മാച്ച് ഞാൻ എങ്ങനെയൊക്കെയോ ജയിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു 166K എടുത്തൊരു സോറോർ ഗെയിം പ്ലേ ആണ്. ഒരു നല്ലൊരു ഗെയിം പ്ലേ ആയിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നമ്മുടെ ജംഗിൾ കഴിഞ്ഞിട്ടുണ്ട്. ജംഗിൾ ഇച്ചിരി അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബോട്ടം പോയി. കാരണം അവിടെ അവരുടെ ജംഗിളർ വന്നാൽ എൻ്റെ മെയിൻ. പ്രത്യേകിച്ച് അവിടെ കംഫിയും ഉണ്ടായിരുന്നു, പിന്നെ അപ്പുറത്തെ ഡെസിഡോയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി ഈസി കേവസാണ് കിട്ടും. ഡെസിഡോയും ക്ലിഫേബിളും ആണ്, അപ്പോൾ ഇച്ചിരി ഈസി ആയിരിക്കും. കാരണം 2 സ്കൂഷിയാണ്. 2 ക്ലിഫേബിൾ എയർലി ഗെയിം എനിക്കിട്ട് അധികമൊന്നും ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ക്ലിഫേബിളിന് എനിക്കധികം പേടിയില്ല, നമുക്ക് പിടിച്ച് നിർത്താവുന്നേ ഉള്ളൂ. സോറോർക്കാണേലും എന്നെ പിടിച്ച് നിർത്താതിന് ഗ്രാവിറ്റി ഇട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഗ്രാവിറ്റി അത്രയ്ക്ക് നല്ല കൗണ്ടറാണ് സോറോർക്ക് എന്ന്. എനിക്ക് ഇച്ചിരി പേടിയുള്ള ആകെ പീക്കിച്ചും സ്ലോ ബ്രൂണായിട്ടും മാത്രമേ ഉള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ ഈ മാച്ച് ഇച്ചിരി ഇടയ്ക്കൊക്കെ ഇച്ചിരി മണ്ടത്തരമുണ്ട്, അതധികം വിട്ട് കളഞ്ഞതിന്. അപ്പോൾ ഞാനിവിടെ പിന്നെ ഡെസിഡോനെ കേടിക്കാൻ നോക്കിയാവും. പക്ഷേ ജസ്റ്റ് 1 HP രക്ഷപ്പെട്ട് ഞാനും ഓൾമോസ്റ്റ് ആവാറായി. പക്ഷേ കംഫി ഹീലിങ്ങും ഫോക്കസ് ബാറ്റും എൻ്റെ രക്ഷപ്പെടുത്തിയല്ല, അത് അവിടെ തീർന്നേനെ. ഇവിടെ കംഫി നമ്മുടെ കൂടെ സെൻറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ പയ്യൻ പിന്നെയും കളിക്കാറിയാവുന്ന കംഫിയാണ്. അപ്പോൾ എനിക്ക് ഇതൊരു റാൻഡം എടുത്ത കംഫിയാണ് ഗൈസ്. ഇവൻ ഒരു റാൻഡം പ്ലെയറാണ്. ഞാൻ ടീമിൽ വിളിച്ച് കയറ്റിയ പോലും അല്ല ചെറുക്കൻ. ഞാൻ സോറോർക്ക് അടിക്കാൻ കണ്ടപ്പോൾ അവനോടനെ കംഫി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2 സീസൺ മുമ്പുള്ള ഗെയിം പ്ലേ ആണ്, റാങ്ക്ഡ് മാച്ചാണ്. ഇനി ക്ലാസിക്കാന്ന് ഓർക്കില്ല. ഇപ്പം ഞാനിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കുറച്ച് നാളായി റെക്കോർഡ് ചെയ്തിട്ട് ഇടണമെന്നും പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇടാമെന്ന് പറഞ്ഞ് വെച്ചിട്ട് ഞാൻ ഇതുവരെ ഇട്ടില്ല. അത് വോയിസ് റെക്കോർഡ് ചെയ്യാൻ ഇച്ചിരി ടൈം എടുത്തു. അതുകൊണ്ടാണ് ഞാൻ അത്രക്കാട്ട് ലേറ്റാക്കി ഡിലേ ആക്കിപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ആവശ്യത്തിന് നല്ലൊരു ഓവർ ക്യാപ്പ് അടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല കാര്യം എന്നിട്ട് നമ്മളിപ്പോൾ ടോപ്പിലായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ അവന്മാർ പുഷ് ചെയ്യുന്നുണ്ട്, കെറിളിയൊക്കെ വെച്ച് ഡപ്പ് വിളിക്കണവും ഉണ്ടായിരുന്നു. ഇത് ഒക്കെ ബാൻ ചെയ്യണമെന്ന് മുമ്പുള്ളൊരു ഗെയിം പ്ലാണ്. അപ്പോൾ അത് അധികം നോക്കിയിട്ട് നിങ്ങൾ അപ്പോൾ നമ്മളിവിടെ ഓടി വന്ന് കെറിളി ചെയ്യാൻ പെട്ടെന്ന് എടുത്തിട്ടുണ്ട്. അവന് നമ്മൾ കോമ്പോ അടിച്ച് പെട്ടെന്ന് തീർത്ത്. സോറാർക്ക് കംഫി ഒരു ബ്രോക്കൺ കോമ്പോ തന്നെയാണ് ഗൈസ്. അതിപ്പോഴും അധികം മാറ്റമൊന്നുമില്ല, ഒട്ടും മാറ്റിയില്ലെന്ന് തന്നെ പറയാൻ. കാരണം ഷട്ട് ഡൗൺ ചെയ്യാനതിന് ഭയങ്കര പാടാണ്. വിഗിളി നല്ലത്, ഇതിനെതിരെ പ്രോബ്ലം അല്ല, പീക്കച്ചും അല്ല. അല്ലാണ്ട് ഒപ്പോസിങ് ടീംമേറ്റ്സ് നല്ലോണം പാടുപെടും. സോറോർക്കും കംഫിയും നല്ല മൊബിലിറ്റി ഉണ്ട്. സോറോർക്കിന് ആവശ്യത്തിന് HP ഉണ്ടാകുന്നുണ്ട്, അധികം കുഴപ്പമില്ല. പെട്ടെന്ന് അങ്ങനെ ചാവര. അതുകൊണ്ട് മൊബിലിറ്റിയുള്ള ഇങ്ങനത്തെ ഒരു പോക്കി പോലെ പിടിക്കാനും പാടാണ്. ഞാൻ ഓടി വന്ന് ഇവിടെ ഒരു 1 കോമ്പോ അടിച്ചിട്ട് ക്ലിഫേബിളിനെ തീർത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ ഇവൻ്റെ പുറകെ ഓടിയാണ് അവനെ കിട്ടുന്നത്. പക്ഷേ അതിനിച്ചിരി കൂടുതൽ മൊബിലിറ്റി ആയി. ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ അവൻ എന്ത് ഇത്ര കൂൾഡൗണെന്ന്. കൂൾഡൗൺ കുറവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് ഓടി അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ബോട്ടർ റെജി എടുക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. ബോട്ടർ റെജി എടുത്തേക്കാന്ന് വിചാരിച്ചു. കാരണം റെജിസ്റ്റീരാണ്, ഹ്യൂജാണ്, എനിക്ക് അറ്റാക്ക് സ്റ്റാക്കൊക്കെ കൂടും. അപ്പോൾ നമ്മളതെടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവന്മാർ അവിടെ നിന്ന് വന്നായിരുന്നു നമ്മുടെ ബോട്ടത്തിൽ നിന്ന്. പക്ഷേ ആ ക്ലിഫേബിൾ ഇവിടെ നേരത്തെ ഒന്ന് ഗ്രാവിറ്റി ഇട്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞാൻ അറിയാൻ ഇച്ചിരി ആക്രാന്തം പിടിച്ച് ഇച്ചിരി നേരത്തെ കയറി ചെന്നു. പക്ഷേ അവൻ ഇച്ചിരി എയർലി തന്നെ ആയിരുന്നു കഴിച്ചത്. അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ആ രജിസ്റ്റർ എടുക്കാൻ പറ്റി. പിന്നെ ഞാനിവിടെ നിന്ന് പെട്ടെന്ന് സിസോറിനെ തീർത്തിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കി ഇവിടെ നിന്ന് മ്യൂട്ട് വന്നിട്ടുണ്ട്. എനിക്ക് മ്യൂട്ട് കൊണ്ടിട്ട് കയറാൻ കഴിയില്ല. 1 HP ആണ്, എൻ്റെ അടുത്ത് കംഫി ഇല്ല. അപ്പോൾ ഇച്ചിരി സീനാണ്. മ്യൂട്ട് പോയിൻ്റ് ആളുകൾക്കുള്ള പോയിക്കാനാണ്. അപ്പോൾ എനിക്ക് പാടാണ്. മ്യൂട്ട് X ആയിരുന്നു, എന്നാലും നമുക്ക് ഇങ്ങനെയുള്ള മുക്കിയോലൊക്കെ എതിരെ ഭയങ്കര പാടായിരിക്കും. സോ അവനിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അവിടെ വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കോമ്പോ അടിച്ച് അവനെ. പക്ഷേ അവൻ്റെ ഫോക്കസ് ബാറ്റ് ഉള്ളതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാനൊരു ഷാഡോ ക്ലോയും കൂടെ ഇട്ടിട്ട് നൈസ് റാഷും കൂടെ ഇട്ടിട്ട് ഞാൻ ഷാഡോ ക്ലോ കൂടെ ഇട്ടിട്ട് അവനെ തീർത്തേനെ. പക്ഷെ ഇവിടെ ഞാൻ പെട്ടിട്ടുണ്ട്. ഓക്കെ, കംഫി ഇല്ലെങ്കിൽ സോറോർക്കിൻ്റെ ആവശ്യമൊക്കെ കൊല്ലാൻ ഗൈസ്, ആവശ്യത്തിന് കൊല്ലാൻ. പക്ഷേ കംഫി ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷനിലൊക്കെ ഞാൻ ഇറങ്ങിയേനെ. അതാണ് ഈ കംഫി സോറോർക്കിൻ്റെ ഒരു ബ്രോക്കൺ തിങ് എന്ന് പറയുന്നത്. സോ അത് എൻ്റെ പിന്നെ സിസോർ വെച്ച് സിസോറിന് ലൈറ്റ് ഗെയിം കൊല്ലാൻ പാടായിരിക്കും. കാരണം അവന് ഡിഫൻസ് ഭയങ്കര കൂടുതലാണ്. ഞാൻ അറ്റാക്ക് പൊട്ടുന്നതാണ്, മേഡിയാണ്, നല്ല പാടായിരിക്കും എനിക്കത്. പിന്നെ ഈ ക്ലിഫേബിളൊക്കെ വെച്ച് ഞാൻ ആ ബോട്ടർ റെജിയിൽ പറ്റിയുണ്ട്. അപ്പം നിങ്ങൾ ആവശ്യമുള്ള സമയത്ത് മാത്രം എപ്പോഴാണോ അവൻ റെജിയുടെ HP പറഞ്ഞ് നിങ്ങൾക്ക് ലാസ്റ്റ് അടിക്കേണ്ടത് അപ്പോഴത്തേക്ക് മാത്രം ക്ലിഫേബിളിൻ്റെ ഗ്രാവിറ്റി വെച്ചേക്കുക. അല്ലെങ്കിൽ സോറോർക്ക് എടുത്തിട്ട് കീച്ചും. അപ്പോൾ ഇവിടെ അവന് ഗ്രാവിറ്റി ടച്ച് ചെയ്യാൻ പറ്റി. അവൻ അവിടെ നിന്ന് അവൻ ഓടിയിട്ടുണ്ടാവും നാട്ടിൽ. പക്ഷേ അവൻ രക്ഷപ്പെടാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കോമ്പോ തീർത്ത് അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് പൊട്ടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഡെസിഡുവൈനെ തീർത്തിട്ടുണ്ട്. ഈ സോറോർക്ക് അടിപൊളി പോക്കിയ നൈസ് എന്ന് വെച്ചാൽ
ഭയങ്കര ഓവർ പവർഡാണ് ആവശ്യത്തിന്. പക്ഷേ അതിന് അനുസരിച്ച് സ്കില്ല് ഉള്ള പ്ലേയേഴ്സ് മാത്രമേ കളിക്കാൻ പറ്റൂ. ആവശ്യത്തിന് സ്കിൽ ഡിപ്പെൻഡൻറ്റുമാണ് ഈ ഒരു പോക്കി. അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 4K കിട്ടിയിട്ടുണ്ട്. എനിക്ക് വേണേൽ ഇപ്പം എൻ്റെ എടുക്കാൻ നോക്കാമായിരുന്നു, പക്ഷേ ഞാൻ അതിന് വേണ്ടി പോയിരുന്നെങ്കിൽ വേണം ഞാൻ ചത്തേനെ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നില്ല. അപ്പോൾ ഞാനിവിടെ ടോപ്പിലെ റെജിയിലേക്ക് എടുക്കുന്നുണ്ട്. റെജിയിലേക്ക് ഇവിടെ നമ്മൾ HP കുറച്ച് ശരിക്കും. അപ്പോൾ എന്നിട്ട് റെജിയിലേക്ക് എടുത്തിട്ട് ബാക്കിയാന്ന് ഓർത്തു. അപ്പോൾ കംഫി തിരിച്ച് നമ്മുടെ മേത്ത് കയറിയിട്ടുണ്ട്, മണ്ട കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മ്യൂട്ട് ഞാൻ കൃത്യം ഡോജ് ചെയ്ത് ഇല്യൂഷൻ്റെ ഒരു ടിക്ക് വെച്ചിട്ട് ഡോജ് ചെയ്ത് ഇവിടെ ഒരു ഹ്യൂജ് എനിക്കൊരു എന്നാ ഇത് കിട്ടി, ഫെയിൻ്റ് അറ്റാക്ക് കിട്ടി. അവിടെ വെച്ച് തീർത്തിട്ടുണ്ട് കുറച്ച് എണ്ണത്തിനാണ്. അപ്പോൾ ഈ സിസോർ കൂടെ വെച്ചിരുത്തിയിട്ട് സിസോറിന് വേറെ ഒന്നും ചെയ്യാനാണ്. അവൻ 1 HP അല്ലായിരുന്നു. അതിന് പിന്നെ ഒരു ചാൻസ് ഉണ്ടായേനെ. അപ്പോൾ നമ്മളിവിടെ റെജിലേക്ക് കയറ്റി അകത്തായിട്ട് കയറ്റി തിരിച്ചോടിയിട്ടുണ്ട്. എനിക്ക് ഗാർഡിനെ കാണുമ്പോൾ ട്രിഗർ ആവുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് ഈ സ്കുഷിനെ കാണുമ്പോൾ കയറി കൊല്ലാൻ തോന്നും. ഞാൻ അങ്ങോട്ട് കയറി അവനെ തീർത്ത്. പക്ഷേ ആ ക്ലിഫബിൾ ഗ്രാവിറ്റി ഇട്ട് ഞാൻ ബ്ലൈൻഡായിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഇത് എന്നാ പറയുക ഷാഡോ ക്ലോ അല്ലെങ്കിൽ അവിടെ വെച്ചാണ് കിട്ടിയേനെ. പിന്നെ അവൻ്റെ ക്ലിഫേബിളിൻ്റെ ഗ്രാവിറ്റി വന്നു. നേരത്തെ ഞാൻ ആ ഒരു മണ്ടത്തരം കാണിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കവിടെ ആ ക്ലിഫേബിളിനെ തീർത്തിട്ട് ഇപ്പോൾ ആ ഒരു സമയത്ത് ആ ഡെസിഡോയിനെ എനിക്ക് തീർത്തേനെ ഞാൻ ഓൾറെഡി. അപ്പോൾ മണ്ടത്തരമായിപ്പോയി. പക്ഷേ ഡെസിഡോയി അവിടെ മണ്ടത്തരം കാണിച്ച് എന്തിനാണ് എനിക്ക് അങ്ങോട്ട് പോയെന്ന് അറിഞ്ഞുകൂടെ. ഞാനുള്ള സമയത്ത് അണ്ണൻ അവിടെ കൃത്യം ഒറ്റക്ക് നിന്ന് ക്ലിഫേബിളിൻ്റെ അടുത്ത് നിന്നില്ല. അപ്പോൾ അതിനുള്ളത് അവന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വേറെ ഒന്നും പറഞ്ഞാൽ എൻ്റെ ക്ലിഫേബിൾ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അണ്ണൻ എങ്ങനെയോ റെജീനെ അവൻ പോക്ക് ചെയ്ത് അതിനുശേഷം റെജി അവിടെ അവൻ്റെ അടുത്തായിട്ട് ചെന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി ക്ലിഫേബിൾ അവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ റെജി എടുക്കാൻ നോക്കുകയാണ്. എനിക്ക് അറിഞ്ഞുകൂടെ ഇത്രയും എന്തിനാണ് ഈ ഡെൽഫോക്സ് ഇത്ര പാട് പറഞ്ഞ് ഇത്രക്കാട് ഹാർഡ് വർക്ക് ചെയ്യണം. അതൊരു കാര്യമില്ല. തിരിച്ചെന്തായാലും റീസെറ്റ് ആവും. നമുക്ക് എന്തായാലും അത്രയ്ക്ക് ഡാമേജ് ഇല്ല അതിന് അവിടെ വെച്ച് കയറിക്കാൻ. അപ്പോൾ അണ്ണൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അത് ഇതിലേലും ഒക്കെ ഇപ്പോൾ അവിടെ വെച്ച് തന്നെ ഞാൻ തീർക്കുമെന്നും പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ. ഏറ്റവും നന്നായിട്ട് മുട്ടിയാണ് പോക്കിയോ വെച്ച് ഒരു റജിയൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. കാരണം അത് റീസെറ്റ് ആയി കഴിഞ്ഞാൽ നല്ലോണം HP ആയി കയറും. അപ്പോൾ ഭയങ്കര പാടായിരിക്കും. നമ്മളിവിടെ ക്ലിഫേബിളിൻ്റെ കുറേ കേസ് ചെയ്തിട്ടുണ്ട്. ക്ലിഫേബിൾ അവിടെ ഗ്രാവിറ്റി ഇട്ട്. പക്ഷേ ഞാൻ ആ ഡാമേജ് അവന് കൊടുത്തായിരുന്നു. അവൻ്റെ യുണൈറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വേസ്റ്റ് ആയിട്ടില്ല. മണ്ടൻ എന്തിനാണ് യുണൈറ്റ് യൂസ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ആ ഗാർഡിനെ പെട്ടെന്ന് ഓടിച്ചെന്നപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഗാർഡിനെ എടുത്തിട്ട് ഞാൻ തിരിച്ച് ഓടിയായിരുന്നു. ഡെസിഡ് പോയി എൻ്റെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. എൻ്റെ HP കുറയാണെന്ന് കണ്ടപ്പോൾ. അപ്പോൾ കംഫി ഹീൽ ചെയ്ത് നമുക്ക് ഓൾമോസ്റ്റ് ഹാഫിൽ കൂടുതൽ HP ആക്കി, ഓൾമോസ്റ്റ് ഫുൾ HP ആക്കി. എന്നാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ റിസ്ക് എടുത്താൽ ചിലപ്പോൾ ചാവാൻ ഞാൻ തരും. അവർക്ക് എന്നെ കൊല്ലാൻ പറ്റിയ പോക്കിയുണ്ട്. ചുമ്മാ ചെന്ന് പെട്ട് കൊടുക്കണ്ടെന്ന് ഓർത്ത്. അപ്പോൾ ഞാൻ തിരിച്ച് ജംഗിൾ കയറി ലെവൽ 15 എടുക്കാൻ നോക്കുന്നുണ്ട്. കാരണം ലെവൽ 15 ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ് ചെയ്ത് നോക്കിയാൽ കാണാൻ കൈസ് 2 പേര് ഓഫ്ലൈൻ. ശരിക്കും അറിഞ്ഞൂടാ. ഡപ്പിക്ക് ഇതുള്ളതാണ് ഇപ്പോഴും ഓഫ്ലൈൻ പോക്ക്. ഇത് പിന്നെ പറയണ്ട. അവർ അതിൻ്റെ ഒപ്പം വേറൊരുത്തിൻ്റെ കൂടെ ഓഫ്ലൈൻ പോയിട്ടുണ്ട്. ഡപ്പിയുടെ ഒപ്പം തന്നെ ആ എൽഡിഗോസ് ഓഫ്ലൈൻ പോയിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടാ അണ്ണന്മാർ 2 ഓഫ്ലൈൻ പോയി. ലിറ്ററലി 3 vs 5 ആണ്. ഒരിക്കലും അത് ജയിക്കാൻ നല്ല പാടാണ്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കാം ഞാൻ എന്താ ചെയ്യണത്. ഓക്കെ, ഞാനിവിടെ ആദ്യം തന്നെ ഓടിച്ച് ഞാൻ ഡെസിഡോയിനെ എടുത്തിട്ടുണ്ട്. കാരണം ഡെസിഡോയി ഈസി ടാർഗറ്റാണ്. ഗാഡി ഇച്ചിരി ഉള്ളിലാണ് എന്ന് വെച്ചാൽ. അപ്പോൾ അവനെ എടുക്കാൻ നോക്കിയാൽ എനിക്ക് തിരിച്ചിറങ്ങാൻ പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഗാഡിന് പറയാൻ ഡെസിഡോയിനെ എടുത്തായിരുന്നു. ഇപ്പോൾ എനിക്ക് ഗാഡിനെ കിട്ടി. അവന്മാർക്ക് ഡാമേജ് ഡീലേഴ്സ് ഇല്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും കയറി ഡാമേജ് പതുക്കെ കൊടുക്കുന്നുണ്ട്. പുറകിൽ നിന്ന് ഡെൽഫോക്സിൻ്റെ അസിസ്റ്റ് കൊണ്ട് തുടക്കം ഇച്ചിരി 2 vs 5 ആയിരുന്നെങ്കിലും നമ്മൾ ലാസ്റ്റ് ആയപ്പോൾ ഡെൽഫോക്സ് വന്ന് എനിക്കറിഞ്ഞുകൂടി. ഞാൻ സത്യമായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ആ ഒരു ഹൈപ്പ് ഒന്ന് ഓർത്ത് നോക്കിയാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവന്മാർ 2 പേരും ഓഫ്ലൈൻ പോയപ്പോൾ ഈ മാച്ച് ജയിക്കുമെന്ന്. അപ്പോൾ അവിടെ ഡെസിഡോയി വന്നിട്ടുണ്ട്. ഓക്കെ, ഡെസിഡോയിനെ അപ്പോൾ നമുക്ക് വേഗം തീർത്തേക്കാം. ഡെസിഡോയിനെ തീർത്ത് ഗാഡി എടുത്തായിട്ട് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗാഡി യുണൈറ്റ് യൂസ് ചെയ്തു. പക്ഷേ അവൻ ഫുൾ ടൈം സ്റ്റണ്ണായിരുന്നു. അവന് ഡെൽഫോക്സിൻ്റെ സ്റ്റണ്ണും കിട്ടി, എൻ്റെ ഷാഡോ ക്ലോയുടെ സ്റ്റണ്ണും കിട്ടി. അപ്പോൾ ഞാൻ സെക്യൂർ ചെയ്യാൻ വെച്ചാന്ന് ഓർത്ത് വെച്ചേക്കായിരുന്നു ലാസ്റ്റ് ഫെയിൻ്റ് അറ്റാക്ക്. പക്ഷേ അപ്പോഴത്തേക്ക് തന്നെ HP കുറേ ഹൈ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫെയിൻ്റ് അറ്റാക്കിൻ്റെ ടൈമറും തീരാറായി. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് അടിച്ചതാണ് ആ ഡെൽഫോക്സ് എടുക്കാനായിട്ട് എന്നും പറഞ്ഞ്. അപ്പോൾ ഞാൻ അവിടെ കംഫീൽ എടുക്കാൻ പോയി. പക്ഷേ കംഫീൽ എനിക്ക് കിട്ടിയില്ല. കംഫി തീരാറായി. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ഞാനും വേണം എൻ്റെ സീലിൽ കിട്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ എൻ്റെ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗെയിം ഓൾമോസ്റ്റ് സീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവന്മാർ 5 man പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തൽക്കാലം മ്യൂട്ടൂനെ ഞാൻ അവിടെ കണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് ഇവിടെ 2 പേരെ കണ്ട. അവന്മാരെ ആരെങ്കിലും ഒരാളെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് ആകുമെന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ക്ലിഫേബിളിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സിസോറിൻ്റെ HP കുറഞ്ഞു. പക്ഷേ ഞാൻ 2 ഫെയിൻ്റ് അറ്റാക്ക് ബാക്കിലടിച്ച് സേഫായിട്ടാണ് കളിച്ചത്. പിന്നെ ഇവിടെ എനിക്ക് ഓപ്പോ മിസ്സായിട്ടുണ്ട്. ഫെയിൻ്റ് അറ്റാക്ക് ഫസ്റ്റ് തന്നെ മിസ്സായിട്ടുണ്ട്. സോ ഇതായിരുന്നു മാച്ച്. എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഇന്നൊരു റാങ്ക്ഡ് മാച്ചാണ്. അതിൻ്റെ പ്രൂഫ് അത് ലാസ്റ്റ് ആണ്. എന്തായാലും ഇത് ഇച്ചിരി കൂടുതൽ എന്താ പറയുക
ഇച്ചിരി കൂടുതൽ ഡാമേജ് ഉണ്ട് ഈ മാച്ചിൽ. ഡാമേജ് കാണിക്കാൻ എടുത്തുകൊണ്ട് പിന്നെ എൻ്റെ റാങ്ക് തന്നെയായിരുന്നു മനസ്സിലായി. ഓക്കെ, അതിനുശേഷം 2-3 മാച്ച് ഞാൻ സോറോർക്ക് വെച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ 25 KO നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 7 അസിസ്റ്റും ഓക്കെ കംഫി 13 അസിസ്റ്റും ഉണ്ട്. അപ്പോൾ 166K ഡാമേജാണ് ഗൈസ് ഈ മാച്ച് കിട്ടിയേക്കണം. നമ്മളിപ്പോൾ ഡാമേജ് നമ്പേഴ്സ് എടുക്കുക. ഓക്കെ, 166K അതാണ് ഈ മാച്ചിൻ്റെ ഹൈലൈറ്റ്. എനിക്ക് അറിഞ്ഞൂടെ ആ ലാസ്റ്റത്തെ 1 vs 5 2 vs 5 എങ്ങനെ എനിക്ക് ജയിച്ചെന്ന് പറയാൻ പറ്റില്ല. 2 vs 5 ഇത് ഞാൻ ഡെസിഡ് വൈനെയും ഗാർഡിനെ എടുത്തിട്ടുണ്ട്. സോ ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോ വൈകാണ്ട് വരും, അൺലിസ്റ്റഡ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. എന്നെങ്കിൽ ആ മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിരിക്കും ഫസ്റ്റ് തന്നെ, അല്ലെങ്കിൽ ഇതായിരിക്കും, അല്ല രണ്ടും ഒരുമിച്ച് വരും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ.